RSS ചങ്ങാത്തം എന്ന പട്ടം ചേരുക LDF-നല്ലെന്നും ശാഖയ്ക്ക് കാവൽ നിന്നു എന്ന് പരസ്യമായി പറഞ്ഞ കോൺഗ്രസ് നേതാവുള്ള മുന്നണിക്കാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. PM-ശ്രീ കേരളത്തിന് ഒരാവശ്യവുമില്ലാത്ത പദ്ധതിയാണ്. പക്ഷേ SSA ഫണ്ട് കിട്ടണമെങ്കിൽ PM-ശ്രീയിൽ ഒപ്പിടണമെന്ന ഘട്ടമുണ്ടായി. ആ ഫണ്ട് കേരളത്തിന് അർഹതപ്പെട്ടതാണ്. അതല്ലാതെ വിദ്യാഭ്യാസ നയം അടിച്ചേൽപ്പിച്ചാൽ അത് കേരളം അംഗീകരിക്കുന്ന പ്രശ്നമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി മുസ്ലിം സമുദായത്തിൽ നിന്നും ഒറ്റപ്പെട്ട സംഘടനയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ആ സംഘടനയ്ക്ക് ശുദ്ധി സർട്ടിഫിക്കറ്റ് നൽകുകയാണ് കോൺഗ്രസും ലീഗും ചെയ്യുന്നത്. ജമാഅത്തെ ഇസ്ലാമിയെ അത് വെച്ചുകൊണ്ടാണ് ഒന്നിച്ചു കൂട്ടാൻ UDF കോൺഗ്രസും ലീഗും തയ്യാറാകും. അങ്ങനെ തയ്യാറായപ്പോൾ അവർക്ക് ശുദ്ധിപത്രം നൽകാനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ UDF നേതാക്കൾ, കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കൾ അവരെക്കുറിച്ച് വലിയ തോതിൽ നല്ല വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മുസ്ലിം സമുദായത്തിന് ഇല്ലാതായി. ഇടതുപക്ഷം അവർക്ക് സ്വീകാര്യമാവുന്ന ഘട്ടം വന്നു. ദേശീയ സംസ്ഥാന തലത്തിൽ LDF എടുക്കുന്ന നിലപാട് നോക്കിയാണ് അവർ ഇടതുപക്ഷത്തെ പിന്തുണച്ചത്. ഇത് വ്യാപകമായപ്പോഴാണ് സംഘപരിവാറുമായി LDF-ന് ബന്ധം എന്ന പച്ചനുണ പ്രചരിപ്പിച്ചത്. ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പ്രചരണം UDF ഏറ്റെടുക്കുകയാണ് ചെയ്തതെന്നും മുഖ്യമന്ത്രി ആരോപിച്ചു. ഇടതുപക്ഷത്തെയാണ് RSS-ന്റെ തോഴർ എന്ന് ഇവർ പ്രചാരണം നടത്തുന്നത്. പാർട്ടി സഖാക്കളായ 200 പേരുടെ ജീവൻ എടുത്തവരാണ് RSS. ആ RSS ഹിറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലാതാക്കാനാണ് നോക്കുന്നത്. ഓരോ രക്തസാക്ഷിത്വവും പീഡനവും ഉണ്ടാകുമ്പോഴും ഞങ്ങൾ തളർന്നിട്ടില്ല. അതിനെതിരെ പോരാടാൻ ഏതറ്റം വരെ പോകുന്ന നില തന്നെയാണ് ഉണ്ടായത്. RSS-ഉമായി ഒരു ഘട്ടത്തിലും LDF സന്ധി ചെയ്തിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 200 പരം സഖാക്കളുടെ ജീവനാണ് RSS-ന്റെ കൊലക്കത്തിയെടുത്തിട്ടുള്ളത്. അങ്ങനെയൊരു പ്രസ്ഥാനത്തെക്കുറിച്ച്, ആ ജീവൻ നഷ്ടപ്പെട്ട സഖാക്കളുടെ പ്രസ്ഥാനത്തെക്കുറിച്ച് ആണ് ഇത്തരത്തിലുള്ള നെറികെട്ട പ്രചരണം അഴിച്ചുവിടുന്നത്. അവർക്കതൊന്നൊരു പ്രശ്നമില്ല. അവർക്ക് പ്രശ്നം എങ്ങനെയെങ്കിലും ഈ ആളുകളെ മാറ്റിയെടുക്കണമെന്നാണ്. RSS ശാഖയ്ക്ക് കാവൽ നിന്ന നേതാവുള്ള കോൺഗ്രസിന് എങ്ങനെ RSS-നെ ചെറുക്കാനാകുമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു. എത്ര നുണ പ്രചരിപ്പിച്ചാലും ഈ മണ്ണിൽ അതൊന്നും ചെലവാകില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംഘിപ്പട്ടം ഞങ്ങൾക്ക് ചാർത്തിയാൽ അത് ജനങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങില്ല. എത്ര നുണ ശക്തമായി ആവർത്തിച്ചാലും അത് വളരെ ശക്തമായി ആവർത്തിച്ച് കുറച്ചു പേര് വിശ്വസിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചാലും അതൊക്കെ ഈ മണ്ണിൽ ചെലവാകുന്ന കാര്യമല്ല. കാരണം ഇത് അവരുടെ ജീവിതാനുഭവത്തിലുള്ള കാര്യമാണ്. ഞങ്ങൾ ആരാണ്? ഞങ്ങൾ സംഘപരിവാറിനോട് നേരത്തെ എടുത്ത, ഇപ്പോൾ എടുക്കുന്ന സമീപനം എന്താണ് എന്നത് അത് അവരുടെ ജീവിതാനുഭവം വെച്ചുകൊണ്ട് തന്നെ ഒരു സംശയത്തിനും ഇട നൽകാത്ത കാര്യമാണ്. ഇവിടെ പ്രതിപക്ഷ നേതാക്കളും ഒരു വിഭാഗം ലീഗുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും ഞങ്ങളെക്കുറിച്ച് സംഘീപട്ടം ചാർത്താൻ പുറപ്പെട്ടാൽ അതിലൊന്നും ജനങ്ങൾ കുടുങ്ങില്ല, അതൊന്നും ജനങ്ങൾ വെള്ളം തൊടാതെ വിഴുങ്ങില്ല. അത് മനസ്സിലാക്കുന്നത് നല്ല കാര്യമാണ്. കണ്ണൂരിൽ സംഘർഷം ഉണ്ടാകാതിരിക്കുക എന്നത് ഭരണത്തിന് നേതൃത്വം നൽകുന്ന ആൾ എന്ന നിലയിൽ തന്റെ കടമയാണ്. അതിനുവേണ്ടിയുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. നാടിന്റെ താൽപ്പര്യത്തിനു വേണ്ടി കേന്ദ്രമന്ത്രിമാരെ കാണേണ്ടിയും വരും. തിക്തമായ അനുഭവമുണ്ടായി എങ്കിലും ഇനി അവരുമായി കാണില്ല എന്ന നിലപാടെടുക്കാൻ ഒരു ഭരണ നേതൃത്വത്തിന് പറ്റില്ല. ജമാഅത്തെ ഇസ്ലാമി സ്ഥാനാർത്ഥികളെ പാണക്കാട് നിന്ന് പ്രഖ്യാപിക്കുന്നതാണ് നാം കണ്ടത്. ജമാഅത്തെ ഇസ്ലാമി ലീഗിനെ വിഴുങ്ങുന്ന അവസ്ഥയിലേക്ക് ഇത് എത്തിക്കുമെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. PM-ശ്രീ സ്കൂൾ നവീകരണ പദ്ധതിയാണ്. PM-ശ്രീ നടപ്പാക്കിയില്ലെങ്കിലും കേരളത്തിൽ ഒന്നും സംഭവിക്കാനില്ല. ഇവിടുത്തെ സ്കൂളുകളെല്ലാം സർക്കാർ തന്നെ നവീകരിച്ചിട്ടുണ്ട്. SSA ഫണ്ട് കേരളത്തിന് കൂടി അർഹതപ്പെട്ടതാണ്. ആ ഫണ്ട് തടഞ്ഞുവെച്ചു. PM-ശ്രീ ഒപ്പുവെച്ചില്ലെങ്കിൽ ഫണ്ട് കിട്ടാത്ത സ്ഥിതി വന്നു. ഉച്ചക്കഞ്ഞിക്കുള്ള സഹായം, SC/ST സഹായം എന്നിവ കിട്ടാതെ വന്നു. ഇതാണ് കേരളത്തെ അലോസരപ്പെടുത്തിയതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
കണ്ണൂർ പ്രസ് ക്ലബിന്റെ തദ്ദേശീയം മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. പ്രസ് ക്ലബ് പ്രസിഡന്റ് സി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ്, ജോയിന്റ് സെക്രട്ടറി എം സന്തോഷ്, CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് എന്നിവരും മീറ്റ് ദ ലീഡർ പരിപാടിയിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.